നാം എല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് കണ്ണേറ്, ശത്രുദോഷം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത പല ആളുകളും ഇതെല്ലാം ഒരു അന്ധവിശ്വാസമാണെന്ന് പറയുന്നവരുമുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നാം മറ്റുള്ളവരിൽ നിന്ന് ഒരു കാരണവശാലും വാങ്ങുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യരുതാത്ത ചില വസ്തുക്കളുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികൾ വളരെ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വെച്ചു നീട്ടുന്ന ചില വസ്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ തകർത്തെറിയുവാൻ സാധ്യതയുള്ളവയായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില ആളുകൾക്ക് ചില വസ്തുക്കൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഭവനത്തിലെ ഐശ്വര്യത്തെ അവരോടൊപ്പം പറഞ്ഞു വിടുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ നിങ്ങളെ ആര് എത്രയൊക്കെ നിർബന്ധിച്ചാലും നിങ്ങൾ വാങ്ങിക്കുവാൻ പാടില്ലാത്ത വസ്തുക്കളെ പറ്റിയും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പാടില്ലാത്ത വസ്തുക്കളെ പറ്റിയും ആണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പല കാര്യങ്ങളും ഞാൻ വിശദീകരിക്കുമ്പോൾ കുറച്ചാളുകളെങ്കിലും ഇത് വെറുമൊരു അന്ധവിശ്വാസം മാത്രമാണെന്ന് പറയുന്നവരുണ്ടാകും. കാരണം ഹൈന്ദവ വിശ്വാസമനുസരിച്ചും ഹൈന്ദവ പുരാണങ്ങളനുസരിച്ചും പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയുമാണ് ഈ കാര്യങ്ങൾ എല്ലാം ഇവിടെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതിനാൽ ഒരു കാരണവശാലും ഈ കാര്യങ്ങളെ പഴയ കാലത്തുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകളായി കാണുവാൻ കഴിയുകയില്ല. ഇനി ഇതിൽ ഒന്നും വിശ്വാസമില്ലാത്തവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ദൂഷ്യഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഇതിൽ ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും, അതായത് നിങ്ങളെ ചിരിച്ചു കാണിച്ച് സ്നേഹത്തോടെ നിങ്ങളോട് ഇടപഴകുന്നവർ പോലും നിങ്ങളുടെ ഉയർച്ചയും ഉന്നമനവും കാണുവാൻ ആഗ്രഹിക്കുന്നവർ ആകണമെന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തട്ടുകേട് സംഭവിച്ചു എന്ന് അറിയുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവർ തന്നെയായിരിക്കും ഭൂരിഭാഗം ആളുകളും. അപ്പോൾ ഇതിൽ പറയുവാൻ പോകുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും നിങ്ങൾ അവരിൽ നിന്ന് വാങ്ങുകയോ നിങ്ങൾ അവർക്ക് കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്കത് നല്ല ഫലങ്ങളായിരിക്കില്ല നൽകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൽ ഒന്നാമതായി, നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് ഉപ്പ്. ചില സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെ ഉപ്പ് തീർന്നു പോകുമ്പോൾ പെട്ടെന്ന് അയൽപ്പക്കത്തെ ആളുകളിൽ നിന്ന് കടം വാങ്ങിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ കടകളിൽ പോയി കടം വാങ്ങിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട് പല ആളുകളും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരു അത്യാവശ്യമായി വന്ന് ഉപ്പ് ചോദിക്കുമ്പോൾ നിങ്ങളത് കൊടുക്കാറുമുണ്ടായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഭവനത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്. കാരണം ലക്ഷ്മി സാന്നിധ്യം അത്രയേറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. അവ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തു വിടുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉയർച്ചയാണ് അവിടെ നിന്ന് പടിയിറങ്ങുന്നത്. ചിലപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടും തന്നെ ആവാം മറ്റുള്ളവർ നിങ്ങളോട് വന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ദാനമായി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന് അത് ദോഷം മാത്രമേ നൽകുന്നുള്ളൂ. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ ഉപ്പ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയി പണം കൊടുത്ത് മാത്രം ഉപ്പ് വാങ്ങിക്കൊണ്ടുവരിക. ഇനി രണ്ടാമതായിട്ട്, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യുവാൻ പാടില്ലാത്ത വസ്തുക്കളാണ് ഇരുമ്പായുധങ്ങൾ. ചില സമയങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും പണികളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇല്ലാത്ത വസ്തുക്കൾ
നിങ്ങൾ മറ്റുള്ള വീടുകളിൽ നിന്ന് വാങ്ങാറുണ്ട്. ഇതിൽ ചിലർ പറഞ്ഞേക്കാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നത് മനുഷ്യ സഹജമാണ് എന്നുള്ളത്. അങ്ങനെയുള്ള അഭിപ്രായമാണ് നിങ്ങളുടേതെങ്കിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങളും ആ ഭവനത്തിൽ നിന്ന് വിട്ടൊഴിയില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് അയൽപ്പക്കത്തുള്ള ഒരാൾ വന്ന് നിങ്ങൾ അത്രയേറെ ഭദ്രമായി പണിയിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇരുമ്പായുധം അത്യാവശ്യത്തിനായി ചോദിക്കുന്നു. നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല എങ്കിൽ കൊടുക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടാവില്ല. ഇനി അത് എപ്പോഴായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് തിരികെ ലഭിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മറ്റൊരാൾക്ക് ഈ വസ്തു കൊടുക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ക്ഷണിച്ചു വരുത്തും. അതുപോലെ തന്നെയാണ് അത് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികൾക്കും. അതിനാൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പണം സ്വരുക്കൂട്ടി സ്വന്തമാക്കുക. പരമാവധി മറ്റുള്ള വ്യക്തികളോടോ മറ്റുള്ള വീടുകളിൽ പോയോ ഒരു കാര്യം ചോദിച്ചു വാങ്ങാതിരിക്കുക. മൂന്നാമതായി, ഒരു കാരണവശാലും മറ്റുള്ളവർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് കൈനീട്ടി വാങ്ങിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ വീടുകളിൽ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കൊടുക്കുവാനും പാടില്ലാത്ത ഒരു വസ്തുവാണ് മഞ്ഞൾ. ഇപ്രകാരം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലെ പോസിറ്റീവ് ഊർജം നഷ്ടപ്പെടുവാനും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് മറ്റുള്ള ഒരു വ്യക്തി ഇത് വെച്ചു നീട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് കൈപ്പറ്റുന്നതിലൂടെ നിങ്ങളിലേക്ക് അവർ അനുഭവിക്കുന്ന തരത്തിലുള്ള ചില കഷ്ടപ്പാടുകൾ വന്നു ചേരുവാനും ഇടയാകും. അതിനാൽ ഒരു കാരണവശാലും മറ്റുള്ള ഒരു വ്യക്തി തരുന്ന മഞ്ഞൾ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. അതുപോലെ ഇനി നാലാമതായി പറയുവാനുള്ളത് ഒരു സാഹചര്യത്തെ പറ്റിയാണ്. അതായത് ചില സമയങ്ങളിൽ ചില ആളുകൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കയറി വരാറുണ്ട്. അതായത് ചില പ്രത്യേക സമയങ്ങളിൽ കുറച്ചുകൂടി വിശദമായി പറയാനാണെങ്കിൽ പുതുവർഷം തുടങ്ങുമ്പോഴും അതല്ല എന്നുണ്ടെങ്കിൽ പുതിയ മലയാള മാസം തുടങ്ങുമ്പോഴുമൊക്കെ. എന്നാൽ ഇവർ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവർക്ക് അറിയാമായിരിക്കും അവർ ആ ദിവസത്തിൽ ആ വീട്ടിൽ ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവാൻ പോകുന്നത് സാമ്പത്തിക നഷ്ടങ്ങളും ദുരിതങ്ങളുമായിരിക്കും എന്നുള്ളത്. അവർ നിങ്ങളുടെ വീടുകളിലേക്ക് വരുമെന്ന് മാത്രമല്ല, 1-ാം തീയതി ഒക്കെയല്ലേ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെറിയ കൈനീട്ടവും നിങ്ങൾക്ക് നൽകും. എന്നാൽ നിങ്ങളോട് ചിരിച്ച മുഖത്തോടു കൂടി ഇവർ സംസാരിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്തരീക്ഷമാകെ മാറുവാൻ തുടങ്ങും. വീട്ടിലുള്ളവർ തമ്മിൽ പരസ്പരം വാക്കുവ്യത്യാസങ്ങളും സാമ്പത്തികമായ കഷ്ടതകളുമൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിൽ വന്നു കയറി പോയ വ്യക്തി ഉൾമനസ്സുകൊണ്ട് നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളല്ലായിരുന്നു. അതിനാൽ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പരമാവധി ഇതുപോലെയുള്ള ദിവസങ്ങളിൽ ആരും തന്നെ വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അവരെ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതുപോലെ കഴിവതും മാസത്തിൻ്റെ ആദ്യത്തെ ദിവസവും പുതുവർഷത്തിലുമൊക്കെ മറ്റുള്ളവരുടെ ഭവനങ്ങളിലേക്ക് നിങ്ങളും പോകാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അടുത്തതായിട്ട് മറ്റുള്ളവരുമായി കൊടുക്കൽ വാങ്ങൽ നടത്തുവാൻ ഒട്ടും തന്നെ അനുയോജ്യമല്ലാത്ത ഒരു വസ്തുവാണ് സൂചി. ഇപ്രകാരം കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിൽ നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക. ഇനി അടുത്തതായിട്ട് പറയുവാനുള്ളത്, പാല്, തൈര് എന്നിവയൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും
മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ്. നാം എല്ലാവരും തന്നെ മറ്റുള്ള വീടുകളിൽ നിന്ന് പാലും തൈരുമൊക്കെ വാങ്ങിക്കുകയും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുകയുമൊക്കെ ചെയ്യുന്നവരാണ്. അതിൽ തെറ്റൊന്നുമില്ല താനും. എന്നാൽ ഒരു കാരണവശാലും സന്ധ്യാസമയത്ത് പാലും തൈരുമൊന്നും മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കുകയോ നിങ്ങൾ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വാങ്ങുകയോ ചെയ്യുവാൻ പാടില്ല. ഇത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളുടെ ഭവനത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും കാര്യതടസ്സങ്ങളുമൊക്കെ വന്നു ചേരുവാനിടയാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ എത്ര പ്രിയപ്പെട്ടവരുടെ ആണെങ്കിലും വസ്ത്രങ്ങൾ വാങ്ങി നിങ്ങൾ ധരിക്കുന്നത്. അതായത് അവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വസ്ത്രങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും പാടില്ല. അത് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ ധരിച്ച വസ്ത്രങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ള ഒരു വ്യക്തിക്കും ദാനം ചെയ്യരുത്. നിങ്ങൾക്ക് അവരെ സഹായിക്കണമെന്ന് ശരിയായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ഒരു ജോഡി വസ്ത്രം അവർക്ക് വാങ്ങി നൽകുക. അതല്ല എന്നുണ്ടെങ്കിൽ പണമായോ ഭക്ഷണമായോ നിങ്ങൾ അവരെ സഹായിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉടുതുണിക്ക് മറുതുണി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവർ ധരിച്ച വസ്ത്രങ്ങൾ അവർ സ്നേഹത്തോടെ നൽകുകയാണെങ്കിൽ പോലും വാങ്ങി ധരിക്കാതിരിക്കുക. അവരോട് വേണ്ട എന്ന് തന്നെ പറയുവാനുള്ള മനക്കരുത്ത് നിങ്ങൾ അവിടെ കാണിക്കുക. അത് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ. മാത്രമല്ല, മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അസൂയപ്പെടുവാനും പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന എല്ലാ നല്ല കാര്യങ്ങളെ പറ്റിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഉയർച്ചകളെ പറ്റിയും മറ്റുള്ളവരോട് തുറന്നു പറയുവാനും പാടില്ല. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങളാണ്. ഇത്രയൊക്കെ വ്യക്തതയോടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പോലും ഇത് കേട്ടതിന് ശേഷം മനുഷ്യരായാൽ ഇതൊക്കെ സാധാരണമല്ലേ എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവരോട് മറ്റൊന്നും പറയുവാനില്ല. അതിൻ്റേതായ ദൂഷ്യഫലങ്ങൾ അനുഭവത്തിലൂടെ മാത്രമേ മനുഷ്യർക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനാൽ നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുള്ളവർ തീർച്ചയായും എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.